വരുൺ രാധികയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാണ്. പ്രിയങ്കയെ മുത്തശ്ശിക്കും പത്മിനിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാണ്. അവരെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടി അവൾ ഒരുപാട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ ഞങ്ങളുടെ വീട്ടിലെ കണിമംഗലത്തെ മരുമകൾ നീ തന്നെയാണെന്നും പറഞ്ഞ് കൽപ്പനയുടെ മുമ്പിൽ അവളെ നന്നായി പൊക്കി പറയാണ്. എന്നാൽ അവളുടെ യഥാർത്ഥ സ്വഭാവം വരുൺ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയും അവനോട് അമ്മയും ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കിതെന്താ പറ്റിയത്? എന്തിനാ പ്രിയങ്ക മോളെ നീ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചിട്ട് അവളെ എന്തിനാ നീ മാറ്റി നിർത്തുന്നത്? ഈ സമയം വരുൺ പറയും, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് അവളെയല്ല, നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാണ്. ഞാൻ മുത്തശ്ശിയോട് എത്ര തവണ പറഞ്ഞു ഞാൻ ആ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, അവളെ കണ്ടോട്ടെ എന്ന്. അന്നൊന്നും മുത്തശ്ശി സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വിധി വന്നത്. എന്താടാ മോനെ നീ ഈ പറയുന്നത്? നീ വെറുതെ പറ, അവൾ നല്ല കുട്ടിയാണ് എന്നെല്ലാം പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്കയെക്കുറിച്ച്. എന്നാൽ ഞാൻ സ്നേഹിച്ചത് അവളെയല്ലെന്ന് അവൻ അടച്ചുപടെ പറയാണ്. അങ്ങനെ മുത്തശ്ശി ആ സത്യവും മനസ്സിലാക്കുന്നുണ്ട്. അവൻ സ്നേഹിച്ചത് മറ്റൊരു പെൺകുട്ടിയാണെന്ന്. അത് ആരാണെന്നും അവർ നേരിട്ട് കാണുക. അങ്ങനെ രാധിക ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാധികയുടെ പുറകെ ഇങ്ങനെ വരും നടക്കായിരിക്കും. അവളാണെങ്കിലോ അവനോട് നിങ്ങൾ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമാണ്, ആ രീതിയിലേ ഞാൻ കാണൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ പറയും, ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണ്, എനിക്കത് പൂർണ്ണ ഉറപ്പുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല, എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് അവൻ അടച്ചും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവൾ ഇങ്ങനെ റൂമിലേക്ക് അലക്കി വിരിക്കാനുള്ള ഡ്രസ്സുമായിട്ട് പോയപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം അവളടുത്ത് പറ രാധു, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ പറ, ഒരു പ്രാവശ്യമെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന കാര്യം തുറന്ന് പറ. ഇത് കേട്ട മുത്തശ്ശി ആ കമ്പരപ്പോട് കൂടി ഇവൻ ആരോടാണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് ഇവനക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മറിഞ്ഞു നോക്കുന്ന സമയത്ത് രാധികയുടെ റൂമിലേക്കാണ് കയറിപ്പോയതെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവാണ്. എൻ്റെ ഈശ്വര, പ്രിയങ്കയുടെ ചേച്ചിയല്ലേ, എന്താ ഇവൻ ഈ പറയുന്നത്? ഇനി ആ കുട്ടിയാണോ ഇവൻ സ്നേഹിച്ചത്? എൻ്റെ ഈശ്വര, എന്തൊക്കെയാ കാണുന്നത്? ഈ സമയം രാധികയെ പിടിച്ചോടെ തന്നെ, നീ എൻ്റെ പെണ്ണ, എനിക്ക് നല്ല പൂർണ്ണ ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ട് എനിക്ക് എന്തിനും അവകാശമുണ്ടെന്നും പറഞ്ഞ് അപ്പോഴേക്കും രാധിക കാൽ വഴുതിന്ന് വീഴാൻ പോവാണ്. രണ്ടുപേരും കൂടെ ബെഡിലേക്ക് അങ്ങ് മറിഞ്ഞു വീണത് കണ്ടപ്പോൾ മുത്തശ്ശി നോക്കുന്ന സമയത്ത് ബെഡിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രാധികയും ഭരണിയാണ്. അവരത് കണ്ടതും ആകെ ഷോക്കാവാണ്. വരനോട് ദേഷ്യത്തോടു കൂടെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം വരണ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുക. എന്ത് പറ്റി എൻ്റെ മുത്തശ്ശിക്ക് കുട്ടിക്ക്? എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്നോട് നീ ഒന്നും പറയണ്ട, പ്രിയങ്ക മോൾ എത്ര നല്ലവളാണെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ എന്തിനാ അവളടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ ഞാൻ ചെയ്തത്? മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നേഹിച്ച പെൺകുട്ടി അവളല്ല, നിങ്ങൾക്ക് പെണ്ണ് മാറിപ്പോയി, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അവളെ ഭാര്യ ആവാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഈ സമയം പത്മിനി അങ്ങോട്ട് വരും. അതെന്താടാ, അവളെ കഴുത്തിൽ നീ താലി കെട്ടിയെങ്കിൽ അവൾ തന്നെയാണ് ഈ വീടിൻ്റെ മരുമകൾ, അത് നീ ആരെ സ്നേഹിച്ചാലും അത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതെല്ലാം മറന്ന് നീ പ്രിയങ്ക മോളെ സ്നേഹിക്കാൻ നോക്ക്, അവളെ ഭാര്യയാക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവർ ശബ്ദം ചെയ്യാണ്. നീ ഇതിൽ വല്ല മാറ്റവും വരുത്തൽ, ഈ അമ്മയാണ് സത്യം, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നൊക്കെ പത്മിനി പറയുന്നുണ്ട്. എന്നാൽ പ്രിയങ്കയുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കുന്നില്ല കേട്ടോ. ആ നെട്ടിക്കുന്ന സത്യവും മനസ്സിലാക്കാണ് മുത്തശ്ശി. ഒടുവിൽ പത്നിയോട് പറയാണ്, ഇവൻ്റെ രാധികയുടെ ചേച്ചിയാണ് സ്നേഹിച്ചത്, അവളെയാണ് വിവാഹം കഴിക്കാൻ അയച്ചത്, അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി. അവൾ നല്ല കുട്ടിയാണ്, പക്ഷേ പ്രിയങ്കയിൽ എനിക്ക് പല സംശയങ്ങളും തോന്നി തുടങ്ങി. അങ്ങനെ പ്രിയങ്ക പോകുന്നതും വരുന്നതൊക്കെ ഒരു സംശയമാവാണ് കേട്ടോ. പ്രിയങ്ക ഒരിക്കലും ഓരോ കാര്യങ്ങളിൽ തന്നെ വീട്ടിലില്ലാതാവാണ്. അങ്ങനെ ഒടുവിൽ പ്രിയങ്കയ്ക്ക് തന്നെ മടുത്ത് തൻ്റെ ലക്ഷ്യത്തിനായിട്ട് തന്നെ പ്രിയങ്ക പലയിടത്തും ശരത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ മുത്തശ്ശിക്ക് മനസ്സിലാവാണ് പ്രിയങ്ക ഒരു കള്ളിയാണെന്നും എല്ലാവരുടെ മുമ്പിൽ അവളിങ്ങനെ അഭിനയിക്കുകയാണെന്നും മുത്തശ്ശിക്കും ഓരോരുത്തർക്കായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.